ഹായ് ആൻഡ് വെൽക്കം ടു ജെയിലൻ PSC. അപ്പോൾ PSC എക്സാംസിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ നവോത്ഥാന നായകനെ നമുക്ക് പരിചയപ്പെട്ടാലോ? അത് മറ്റാരുമല്ല, ശ്രീ രാജാറാം മോഹൻ റോയ്. ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ, ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ. ഈ വിശേഷണങ്ങളൊക്കെ രാജാറാം മോഹൻ റോയെ കുറിച്ചാണ്. അപ്പം അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നും ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനെന്നും വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹമാണ് രാജാറാം മോഹൻ റോയെ ഈ രണ്ട് വിശേഷണങ്ങൾ നൽകിയിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സ്ട്രഗിൾ എന്ന പുസ്തകത്തിലാണ് ഇന്ത്യൻ പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. രാജാറാം മോഹൻ റോയ് ജനിച്ചത് 1772 മെയ് 22. ജനനസ്ഥലം ബംഗാളിലെ രാധാനഗർ, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. അപ്പം അദ്ദേഹം അക്ബർ ഷാ രണ്ടാമൻ എന്ന രാജാവിനെ പ്രതിനിധീകരിച്ചാണ് ഇംഗ്ലണ്ട് സന്ദർശിച്ചത്. രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിന് രാജാ പദവി നൽകിയത് ആരാണ്? അക്ബർ ഷാ രണ്ടാമനാണ്. ഓക്കെ, അപ്പം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ, ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ, ഇതെല്ലാം രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നും ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനെന്നും വിശേഷിപ്പിച്ചത് ടാഗോർ. അതുപോലെ ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിലാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? ഇന്ത്യ സ്ട്രഗിൾ. ഇപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന് രാജാ പദവി നൽകിയത് അക്ബർ ഷാ രണ്ടാമൻ. സതി, ശൈശവ വിവാഹം, ഇങ്ങനത്തെ കുറേ ദുരാചാരങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അപ്പം അതിനെയൊക്കെ ശക്തമായി എതിർത്ത നവോത്ഥാന നായകനാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ്. ആത്മീയ സഭ, അദ്ദേഹം രൂപീകരിച്ച ആത്മീയ സഭ 1815 പിന്നീട് 1817 രൂപീകരിക്കപ്പെട്ട ഹിന്ദു കോളേജിൻ്റെ ഫൗണ്ടർ കമ്മിറ്റിയിൽ രാജാറാം മോഹൻ റോയ് ഉണ്ടായിരുന്നു. 1825 കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചു. സതി, ശൈശവ വിവാഹം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ ആത്മീയ സഭ 1815 രൂപീകരിച്ചു. 1817 രൂപീകരിച്ച ഹിന്ദു കോളേജിൻ്റെ ഫൗണ്ടർ കമ്മിറ്റിയിലുണ്ടായിരുന്നു. 1825 കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചു. സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു വില്യം ബെന്റിക്. അദ്ദേഹം സതി നിർത്തലാക്കാൻ കാരണമായത് രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളായിരുന്നു. അതുപോലെ തന്നെ സതി നിർത്തലാക്കിയ വർഷം 1829 ഡിസംബർ 4. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്. സതി എന്ന ദുരാചാരം ഇന്ത്യയിൽ നിർത്തലാക്കിയ ദിവസം 1829 ഡിസംബർ 4. ആരായിരുന്നു? വില്യം ബെന്റിക് ആയിരുന്നു സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അതിന് കാരണമായത് രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ സതി എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആരാണ്? നന്ദലാല ബോസ്. പിന്നീട് 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചു. എവിടെയാണ് സ്ഥാപിച്ചത്? ബംഗാളിൽ. രാജാറാം മോഹൻ റോയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ബ്രഹ്മസമാജം. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ബംഗാളിൽ. അതുപോലെ ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ പ്രസ്ഥാനം നമ്മുടെ ബ്രഹ്മസമാജം. സ്ഥാപിച്ചത് 1828 ബംഗാളിൽ വെച്ചായിരുന്നു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കിടയിലെ അനൈക്യത്തിന് ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. എന്താണോ? ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന് ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഇതും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. SCID ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്ന ഒരു പൊതു സന്ദേശം പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തി, ഇന്ത്യൻ സമൂഹത്തിന്റെ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണത്തിന് വേണ്ടി വാദിച്ച ആദ്യത്തെ വ്യക്തി അതാണ് രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. ഇപ്പം ഇന്ത്യയിൽ ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾ അതിന് തുടക്കം കുറിച്ച നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്.
അപ്പം ബ്രഹ്മസമാജം 1828 ബംഗാളിൽ സ്ഥാപിച്ചു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന് ഉറവിടം എന്ന് വിശ്വസിച്ച് സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നൊരു പൊതു സന്ദേശം അദ്ദേഹം പ്രചരിപ്പിച്ചു. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ കുറച്ച് പത്രങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ടതാണ് സംവാദ് കൗമുദി. സംവാദ് കൗമുദി 1821 ബംഗാളി ഭാഷയിലാണ് പുറത്തിറക്കിയത്. അത് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സംവാദ് കൗമുദി ആരുടെ പത്രമാണ്? രാജാറാം മോഹൻ റോയുടെ. 1821 ബംഗാളി ഭാഷയിലാണ് അത് പുറത്തിറക്കിയത്. അടുത്തതാണ് മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ പുറത്തു വന്ന ഏത് വർഷമാണ്? 1822. ഏത് ഭാഷ? പേർഷ്യൻ ഭാഷയിലാണ് മിറാത്തുൽ അക്ബർ പുറത്തു വന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ പുസ്തകമാണ് തുഫത്തുൽ മുവാഹിദീൻ. 1805 പുറത്തിറക്കിയ തുഫത്തുൽ മുവാഹിദീൻ, എ ഗിഫ്റ്റ് മോണോത്തിസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ പുസ്തകം 1805 പുറത്തിറക്കിയത്. എന്നാൽ തുഫത്തുൽ മുജാഹിദീൻ എന്നൊരു പുസ്തകമുണ്ട്. അത് ആരുടെയാണ്? സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ പുസ്തകമാണ് തുഫത്തുൽ മുജാഹിദീൻ. ഇത് നമ്മുടെ പോർച്ചുഗീസ് ഭരണകാലത്ത് കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ പോരാട്ടത്തെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ്. കേരളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ തുഫത്തുൽ മുവാഹിദീൻ ആണെങ്കിൽ അത് രാജാറാം മോഹൻ റോയുടെ, മുജാഹിദീൻ ആണെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ. അത് കേരളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമായി കണക്കാക്കുന്ന പുസ്തകമാണ്. അപ്പം ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് അന്ന് ജാതിയുടെ പേരിലും മറ്റും ഇന്ത്യ വിഭജിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം മാറ്റി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി മാറാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. സ്ത്രീകളുടെ പദവി ഉയർത്താനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും അവർക്ക് അവരുടെ പദവി ഉയർത്താനായിട്ട് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്നും വാദിച്ചു. 1833 ബ്രിസ്റ്റോളിൽ വെച്ച് അദ്ദേഹം നിര്യാതനായി. 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് രാജാറാം മോഹൻ റോയെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ PSCയിൽ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ 5 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് സീരീസ് ആയിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഫീഡ്ബാക്കും അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.